അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 3 തുടങ്ങിയ തിരുവചനങ്ങൾ. സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഒരു പ്രശ്നമാണ് നാം പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നുവെന്നത്. പലരും കുമ്പസാരിക്കുമ്പോൾ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണിത്. മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ ആ കുറവ് പറയാതിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എപ്പോഴാണോ മറ്റുള്ളവരുടെ കുറവ് നാം കാണുന്നത് അപ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കുറവുകൾ എന്ന് പറയുന്നത് നമ്മുടെ കുറവുകൾ കാണാനുള്ള കണ്ണാടിയാണ്. അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ നമുക്ക് നിശബ്ദത പാലിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യുക. ഒന്ന്, അത്തരത്തിലുള്ള ആളുകളുടെ കുറവ് കാണുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പിന്നെ ഇങ്ങനെ ചിന്തിക്കുക, ഇവരെ പോലെ തന്നെ കുറവുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് ഈ ആളിൻ്റെ കുറവ് എൻ്റെ കുറവ് കാണാനുള്ള കണ്ണാടിയാണ്. നമുക്ക് അത്തരത്തിൽ ചിന്തിച്ച് ആത്മീയ നവീകരണം നേടാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ എത്രയോ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറവ് പറയുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ അവ ഞങ്ങളുടെ കുറവുകൾ കാണാനുള്ള കണ്ണാടിയായി കാണാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയൗസേ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.